അപ്പൂപ്പ ഒരു കൊടം. ഇവന്റെ ചേട്ടൻ ഒരു നാറിയും, പക്ഷേ ഇവൻ പാവം. ബുദ്ധി ഉദിച്ചത് ഈ അടുത്ത കാലത്താണെന്ന് മാത്രം. പുണ്യം കിട്ടാനും നല്ലല്ലോ നമ്മൾ ജോലി ചെയ്യുന്നേ. നല്ലൊരു ഏരിയയിൽ ട്രാൻസ്ഫർ കിട്ടാൻ ഇപ്പൊ രാഷ്ട്രീയക്കാർ ചോദിക്കുന്ന കാശ് എത്രയാ? അത് നമ്മളെങ്ങനെ മുതലാക്കും? ഞങ്ങൾ ഒരു ദിവസം വന്ന് മലിനീകരണം പൂച്ചപ്പെരാന്നൊക്കെ പറഞ്ഞൊരു വിരട്ടിയതാ. ഇവനാള് സ്വപ്പ കള്ളനാ. പണമില്ല, നാടാകെ കടമാണെന്നൊക്കെ പറഞ്ഞൊരു കാര്യത്തിൽ അഭിനയിച്ചു. ചെയ്യേണ്ടത് ചെയ്താലേ ഇവനൊക്കെ തോന്നേണ്ടത് തോന്നും. ഇപ്പൊ കാശ് എവിടുന്ന് വന്നു? ഇതിനിടയ്ക്ക് താൻ അവിടെ പോയിരുന്നു. ഞാൻ ഈ കെട്ടിടത്തിന്റെ മുകളിലും ചുറ്റിനുമൊക്കെ പെട്രോൾ ഒഴിക്കുകയായിരുന്നു. അപ്പുറത്ത് പുഴയാണ്, അടുത്തെങ്ങും വീടുകളുമില്ല. നീയൊക്കെ ഇവിടെ കിടന്ന് നിലവിളിച്ചാൽ പോലും ആരും കേൾക്കില്ല. എന്റെ മുമ്പ് രണ്ട് വഴികളേ ഉള്ളൂ. ഒന്ന്, എന്റെ ഫാക്ടറി തുടങ്ങാൻ ആവശ്യമായ ഈ സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ ഒപ്പിട്ട് തരിക, അല്ലെങ്കിൽ ഞാനും നിങ്ങളും ഈ കെട്ടിടവും ഇവിടെ കത്തിച്ചാമ്പലാവും. തമിഴ്നാട്ടിൽ തകരമടിച്ച തല്ലിപ്പൊളി ഷെഡുകളിൽ ആയിരക്കണക്കിന് ചെറുകിട ഫാക്ടറികൾ പ്രവർത്തിക്കുന്നു, ഒരു കുഴപ്പമില്ലാതെ. മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും എത്രയോ വീടുകളുടെ ടെറസിൽ പോലും ഉണ്ട് ചെറിയ ചെറിയ യൂണിറ്റുകൾ. ഈ നാട്ടിൽ മാത്രം നിങ്ങളെപ്പോലുള്ള ദ്രോഹികൾ കാരണം ആർക്കും ഒരു സ്ഥാപനം തുടങ്ങാൻ സാധിക്കുന്നില്ല. നമ്മുടെ നാട്ടിലെല്ലാം ഉണ്ട്, തൊഴിലാളികൾ, അസംസ്കൃത വസ്തുക്കൾ, പണം മുടക്കാൻ ആൾക്കാർ. എന്നിട്ടും നമ്മുടെ നാട് ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണ്. എന്തുകൊണ്ട്? നിങ്ങൾ കാരണം, നിങ്ങളുടെ നിഷേധാത്മക സമീപനം കാരണം. ദ്രോഹികൾ, റാസ്കൽസ്, 100 പ്രശ്നങ്ങൾ പറഞ്ഞ് എന്റെ ഈ ഫാക്ടറി തുടങ്ങുന്നത് തടസ്സപ്പെടുത്തിയിരുന്ന നിങ്ങൾ 25,000 50,000 ഒക്കെ ഞാൻ കൈക്കൂലി തരാമെന്ന് പറഞ്ഞപ്പോ എന്റെ പുറകെ പട്ടികളെ പോലെ വാലാട്ടി വന്നു, അല്ലേ? 5 രൂപയില്ല എന്റെ കയ്യിൽ. മനസ്സിലായോ? ഒപ്പിടാ, ഒപ്പിടാ. ഒപ്പിടുന്നോ അതോ ഇവിടെ കിടന്ന് കത്തിച്ചാമ്പലാവണോ? എന്താ ഇവിടെ? സുഗതനെ നശിപ്പിക്കാൻ ഈ മഹാഭാവി ഗൂഢോത്രം ചെയ്ത് കുഴിച്ചിട്ടു. കുട്ടികൾ മണ്ണുവാരി കളിച്ചപ്പോ കുഴിച്ചിട്ട ചെമ്പോടെ കിട്ടി. ശത്രുവിനെ നിഗ്രഹിക്കാനുള്ള ശക്തി നാം ഈ തേങ്ങയിലേക്ക് ആവാഹിച്ചിരിക്കുകയാണ്. തൊട്ടു പ്രാർത്ഥിച്ചോളൂ, തേങ്ങയിൽ തൊട്ട് പ്രാർത്ഥിച്ചോളൂ. എന്നെ കൂടോത്രം ചെയ്ത് നശിപ്പിക്കാൻ ശ്രമിച്ച ആ നായിന്റെ മോന്റെ തലമണ്ട പിളർന്ന് ചാവണേ. പൂജാകർമ്മ വേളയിൽ അസഭ്യം പുലമ്പരുത്. എന്നാ മഹാന്റെ ശിരസ് പിളർന്ന് അന്തരിക്കണേ. എന്താ വല്യേട്ട ഇത്? വല്യേട്ടൻ എന്താ ഒന്നും മിണ്ടാത്ത? അവനിനി മിണ്ടൂല, അവനിനി ജീവിതത്തിൽ ആരോടും മിണ്ടൂല. ഈ പൂജ സുനാമണി കഴിഞ്ഞ് തേങ്ങ നിലത്തെറിഞ്ഞ് ഉടയ്ക്കുമ്പോ ഇവന്റെ തല പൊട്ടിത്തെറിക്കും. തലയും തലച്ചോറും തൂത്തുവാരി കഴുകാൻ സോപ്പും വെള്ളവും ചൂലും കരുതി വെച്ചോ അവൻ പറഞ്ഞാരേ. കൂടോത്രം ചെയ്തവൻ ഈ പരിപാടി കഴിയുമ്പോ വിവരം അറിയുമെന്നാണ് ചേർക്കോണ സ്വാമി പറയുന്നത്. പറ സ്വാമി, പറ സ്വാമി പറഞ്ഞോ. കേട്ടോ, ആക്രമിക്കാൻ വന്നവൻ ക്ഷയരോഗം വന്ന് കൊരച്ചു ചാവുമെന്ന്. ഇപ്പൊ പറഞ്ഞോ ഏതവനാ ചെയ്തെന്ന്. സത്യം തുറന്നു പറഞ്ഞ് മുന്നോട്ട് വന്നാൽ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാം. എടാ, ചേർക്കോണം സ്വാമിയോട് വാശി വേണ്ട. നീ അങ്ങോട്ട് സമ്മതിച്ചേക്ക്. വെറുതെ ഭാര്യയും കുഞ്ഞുങ്ങളെ അനാഥരാക്കണേ എന്തിനാ? നിങ്ങൾ എന്നെ സമ്മതിച്ചേക്ക്. നീ സമ്മതിക്കണ്ടടാ.
സമ്മതിച്ചാ നിന്റെ തല പൊട്ടിത്തെറിക്കുന്ന കാണാൻ എനിക്ക് പറ്റില്ല. ഭഗവാനെ, സൂര്യാദിഗ്രഹങ്ങൾ ബീജത്തിലും രാഹുകേതുക്കളാകുന്ന അനിഷ്ടഭാവനാഥന്മാരോടും കൂടി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അതെ, അവൻ അവിടെ തന്നെ നിൽക്കുകയാണ് എന്നെ നശിപ്പിക്കാൻ, എന്നെ കുളം തോട്ടാൻ. പക്ഷെ നടക്കില്ല, അതിനു മുമ്പേ പൂച്ച പുറത്തായി. വേദമന്ത്രധ്വനികളുടെ ഊർജം ഈ തേങ്ങയിലേക്ക് ആവാഹിക്കപ്പെട്ടു കഴിഞ്ഞു. പരീക്ഷണം മതിയാക്കൂ. ദുഷ്കർമ്മി മറവിലേക്ക് പുറത്തു വരൂ. തേങ്ങ ഉടക്കി സ്വാമി. സത്യം തുറന്നു പറയൂ. ആരാണ് ഈ കുടം കുടിച്ചിട്ടത്? തേങ്ങ ഇറങ്ങി സ്വാമി. അവന്റെ തല കുടുംബം അനാഥമാക്കല്ലേ സ്വാമി. അരുത്. ഭാവിക്ക് പശ്ചാത്തപിക്കാൻ ഒരു ചെറുപഴുതുകൂടി. അന്തസ്സായി തെറ്റു തുറന്നു പറയൂ. നാം വെറുതെ വിടാം. വെറുതെ വിടാൻ പറ്റില്ല. മന്ത്രവാദി ചതിക്കല്ലേ. ഈ തേങ്ങയും തലയും അണ്ടകടാഹങ്ങളും ഞെട്ടിച്ചുകൊണ്ട് പൊട്ടിച്ചതിന് മുമ്പ് ഉണ്മ തുറന്നു പറഞ്ഞോളൂ. ഇനിയും ക്ഷമിക്കാനാവില്ല. പൊട്ടിക്കണോ? എങ്കിൽ അനുഭവിച്ചു. ഞാൻ ദാ പൊട്ടിക്കാൻ പോകുന്നു. ഇപ്പൊ പൊട്ടിക്കും. ദാ അടുത്ത നിമിഷം പൊട്ടാൻ പോകുന്നു. ഇപ്പൊ പൊട്ടും. ഇപ്പൊ പൊട്ടും. അടുത്ത നിമിഷം പൊട്ടിച്ചത് പൊട്ടുന്നു. തനിക്ക് പൊട്ടിക്കാമെങ്കിൽ ഞാൻ പൊട്ടിക്കാവിടോ. അയ്യോ എല്ലാവരും ഒന്ന് നോക്കിയേ, എനിക്കിപ്പോ തലയുണ്ടോന്ന്. ആരുടെ തലയാണോ പൊട്ടിത്തെറിച്ച്? തന്റെ അപ്പൂപ്പന്റെയോ? താനെന്തിനാണോ എന്റെ തേങ്ങ മേടിച്ചുടച്ചത്? ബ്ലഡി ഫൂൾ. തേങ്ങ ആരോടച്ചല്ലാത്തടാ. എന്നാ പിന്നെ തനിക്ക് തേങ്ങ മേടിച്ച് ഉടച്ച പോരായിരുന്നോ? എന്നെ എന്താണ് വിളിച്ചത്? മരവാക്കി. നിർത്ത്. നിങ്ങൾ തമ്മിൽ തലതല്ലി പൊളിക്കണ്ട. ഞാനൊരു സത്യം പറയട്ടടാ പട്ടി. ആരാണ് ഇവിടെ കുഴിച്ചിട്ടതെന്ന് അറിയോ? ഞാൻ പറയാം. കേക്കണോ കാർന്നോരെ? കേക്കണോടാ. ഞാൻ പറയാം. ഞാൻ തുറന്നു പറയാം. ഞാനാ ഇതിവിടെ കുഴിച്ചിട്ടത്. ഓടോ. ഇത് മാത്രല്ല, ഇതുപോലുള്ള മാരക മന്ത്ര തകിടുകൾ ഈ വീടിന്റെ പല ഭാഗത്തും ഞാൻ കുഴിച്ചിട്ടിട്ടുണ്ട്. കണ്ടുപിടിക്കാൻ എത്ര വലിയ മന്ത്രവാദി വന്നാലും ഒന്നും നടക്കില്ല. 5 പ്രാവശ്യം നീയോ നിന്റെ കുടുംബമോ അതിനെ മറികടന്നാൽ ദേഹമാസകലം പുണ്ണ് പിടിച്ച് പഴുത്ത് പുഴുത്ത് ദ്രവിച്ചിട്ടാവും. കൂടോത്രം ചെയ്തവരെ ശിക്ഷിക്കാൻ ഇന്ത്യൻ ഭരണഘടനയിൽ വകുപ്പിലിട പുല്ലേ. അയ്യോ ചേട്ടാ ചേട്ടാ അവിടെ നിൽക്കാൻ. ഇതെങ്ങോട്ടായി കിടന്ന് പായുന്നത്? വീട്ടിൽ ആരുമില്ല കുഞ്ഞെ. അതുകൊണ്ട് കിടന്നോടൂ. സത്യം പറയണം, തേങ്ങ അടിച്ചപ്പോ നിങ്ങൾ എന്തിനാ കിടന്ന് നിലവിളിച്ച്? അയ്യോ അത് പിന്നെ ആ, പേടിച്ചിട്ട്. ഞങ്ങൾ ആരും പേടിച്ചില്ലല്ലോ. എനിക്ക് വയസ്സായില്ലേ. വയസ്സായെന്നൊന്നും ഞാൻ വിചാരിക്കില്ല. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു കയറ്റി ഇടിച്ച ഷേപ്പ് ഞാൻ മാറ്റിക്കും. അയ്യോ നിങ്ങളല്ലേ അതവിടെ കുഴിച്ചിട്ട്? അല്ലേ അല്ല അല്ലേ അല്ല അല്ലേ? അതെ. എന്തിനാ ആര് പറഞ്ഞിട്ടാ? കുഞ്ഞിന് വേണ്ടിയാ. കുഞ്ഞു പറഞ്ഞിട്ടാ ഞാനിതൊക്കെ ചെയ്തത്. ഇനി ഒരിക്കലും ഞാൻ കുഴിച്ചിടത്തില്ല. മോളെ, നിങ്ങൾ എല്ലാവരും ഇങ്ങനെ തുടങ്ങിയാൽ സുഗതനോട് ഒന്നു പറ. ഇച്ചിരി ക്ഷമിക്കും. പിന്നെ ആരാന്റെ അമ്മയ്ക്ക് പ്രാന്ത് പിടിച്ചാ കാണാൻ നല്ല രസമായില്ലേ? ഈ നീചന്മാരുടെയും കൂടോത്രക്കാരുടെയും കൂടെയുള്ള പൊറുതി എനിക്ക് മതിയായി. സർക്കാർ എനിക്ക് ക്വാർട്ടേഴ്സ് തന്നിട്ടുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. അവനത് വെറുതെ പറഞ്ഞതല്ല. കേട്ടല്ലോ. ഇനി എന്തെങ്കിലും മൊഴിയാനുണ്ടോ? അപ്പൊ ഞങ്ങൾ 3 ആളും ഐശ്വര്യമായിട്ട് ഇറങ്ങാണ്. നിങ്ങൾ 2 ആളും എന്റെ പുറകെ സൂക്ഷിച്ച് നടക്കണം. വാ നിക്ക് നേരെ വഴി പോണ്ട. ഇതിലേ പോ. ആ പരമദ്രോഹി ഇവിടൊക്കെ കുഴിച്ചിട്ടിരിക്കാവും. ഓനെ നീ മറികടക്കല്ലേ, പഴുത്തു പോവും. അവന്റെ മുമ്മയുടെ ദൈവമേ. എടോ കുറുപ്പേ, എന്നെങ്കിലും ഏതെങ്കിലും കേസിൽപ്പെട്ട് നിന്നെ എന്റെ കസ്റ്റഡി കിട്ടും. അത് ഉറപ്പാ. അന്ന് നിന്റെ കർസേലയായിരിക്കും കേട്ടോടാ. കഴിഞ്ഞോ? അതോ ഇനിയും വല്ല ആഗ്രഹം ബാക്കിയുണ്ടോ? ചേച്ചിയും കുടുംബവും പോയി. ഇനി ഇവിടെ ഉണ്ട് പലരും. എല്ലാരും തമ്മിലടിപ്പിച്ച് ഈ കുടുംബത്തിന്റെ സ്വസ്ഥത പൂർണ്ണമായി നശിപ്പിച്ച നിനക്ക് സമാനാവോ? നിന്നെപ്പറ്റി എല്ലാം അറിയാമെന്ന് ഞാൻ അഹങ്കരിച്ചിരുന്നു.
കോമൺ സെൻസ് ഇല്ലാത്ത ചന്ത പെണ്ണുങ്ങളെ പോലെ നീ ഇത്രമാത്രം അതപ്പതിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഞാൻ അങ്ങനെ അതപ്പതിച്ചിട്ടുണ്ടെങ്കിൽ അത് സേതുവേട്ടന്റെ കൂടെ വന്നതിന് ശേഷം. എടീ, ഇപ്പൊ പറഞ്ഞല്ലോ ഞാനാണ് അവരെ തമ്മിൽ അടുപ്പിച്ചതെന്ന്. മുഖത്തോട് മുഖം നോക്കിയ കടിച്ചു കീറാൻ നിൽക്കുന്ന ഇവരെ ഞാൻ തമ്മിൽ അടുപ്പിച്ചത്ര. അതൊക്കെ നേരത്തെ കുടുംബക്കാരുടെ രക്തത്തിലുള്ളതാ. ആ കൂട്ടത്തിൽ നിങ്ങൾക്കെങ്കിലും കുറച്ച് വ്യത്യാസം ഉണ്ടാവും ഞാൻ തെറ്റിദ്ധരിച്ചു. ഇവിടെ ആർക്കും അറിയില്ല സ്നേഹം എന്ന വാക്കിന്റെ അർത്ഥം പോലും. എടി, കൂടോത്രം ചെയ്താലും നിന്നോട് എനിക്ക് സ്നേഹം ഉണ്ടാവാൻ പോകുന്നില്ല. സ്നേഹം തോന്നുന്ന രീതിയിൽ ഇങ്ങോട്ട് പെരുമാറാൻ പഠിക്കണം. എല്ലാരും അത് പഠിക്കണം. നീ ഉദ്ദേശിക്കുന്ന സ്നേഹം എന്തോന്നാ? നേരം വെളുക്കുമ്പോ തൊട്ട് രാത്രി വരെ നിന്നെ കെട്ടിപ്പിടിച്ചോണ്ട് ആ കട്ടിൽ കിടക്കുന്നോ? അതോ നീ പറയുന്ന പമ്പര വിട്ടിത്തരങ്ങളൊക്കെ കേട്ട് ആസ്വദിച്ച് ഒരു മണ്ടനെ പോലെ പൊട്ടിച്ചിരിക്കുന്നോ? കല്യാണം കഴിച്ചുകൊണ്ട് മാത്രം സ്നേഹം ഉണ്ടാവില്ല. നീ പറയുന്ന എനിക്കും ഞാൻ പറയുന്നത് നിനക്കും മനസ്സിലാവണം. പരസ്പരം അംഗീകരിക്കാനുള്ള ഒരു വലിയ മനസ്സ് വേണം. സ്നേഹിക്കാൻ ഇങ്ങനെയൊക്കെ കുറെ നിബന്ധനകൾ ഉണ്ടെന്ന് പണ്ടൊരിക്കൽ എന്നോട് പറഞ്ഞിരുന്നില്ലല്ലോ. പറഞ്ഞാലും മനസ്സിലാക്കാനുള്ള ബുദ്ധി വേണോ നിനക്ക്? ബുദ്ധിയില്ലാത്ത എന്നെ നീ എന്റെ തേനാണ്, പാലാണ്, ചക്രക്കൊടാണെന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്തിരുന്ന നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ ഒന്നിനു കൊള്ളാത്തോളാം. നിങ്ങൾക്കിപ്പോ എന്നോട് വെറുപ്പാണ്. എന്നോ ഒരിക്കൽ നിങ്ങൾ എന്നെ സ്നേഹിച്ചിരുന്നു. അതിന്റെ തെളിവായിരുന്നു ഈ കത്തുകൾ. ഇതും നിങ്ങൾ നശിപ്പിച്ചു. ഇനി എനിക്ക് ഒന്നുമില്ല. ജീവിതം എന്തെന്നറിയാത്ത കുട്ടിക്കാലത്ത് ഞാൻ എഴുതി കൂട്ടിയ ചവറുകളെല്ലാം ഇത്രയും കാലം സൂക്ഷിച്ചതിന് നീ ഒരു മനോരോഗി ആയതുകൊണ്ടാണ്. റിസർച്ച് ചെയ്യുന്ന വിദ്യാർത്ഥികൾ റെഫറൻസ് ബുക്ക് നോക്കുന്ന പോലെ ബാലിശമായി ഞാൻ എഴുതിയ കത്തുകളിലെ വരികളെ കടിച്ചുപോയി കിടക്കാണ് നീ. ഒരിക്കലും അങ്ങനെ എന്തൊക്കെ പറഞ്ഞു എന്ന് വെച്ച് ജീവിതകാലം മുഴുവൻ അതിനെ ഒരു കുരിശാക്കി എന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുകയാണ് നീ. ഇനി എന്നെ കിട്ടില്ല, മനസ്സിലായോ? എല്ലാം എന്റെ കുറ്റമാ. നിങ്ങളുടെ കൂടെയുള്ള ജീവിതം സ്വർഗമായിരിക്കും വെറുതെ ഞാൻ മോഹിച്ചു. ദുഷ്ടനാ നിങ്ങൾ, സ്നേഹമില്ലാത്തവരാ. ചിലപ്പോ നിങ്ങൾക്ക് സ്നേഹിക്കാൻ ഞാനല്ലാതെ വേറെ പെണ്ണുങ്ങൾ കാണുക. ഇത്ര ചീപ്പാണോ നീ? ഇത്ര വൃത്തികെട്ട മനസ്സാണ് നിനക്ക്? നിങ്ങൾ എന്നെ തല്ലി. ഇപ്പൊ എല്ലാം പൂർത്തിയായി. മതി, ഇനി ഞാൻ ജീവിച്ചിരിക്കില്ല. നോക്കിക്കോ. നീ എവിടെയെങ്കിലും ജീവിക്കും, മരിക്കും, എന്തെങ്കിലും ചെയ്യും. നിന്റെ അമ്മാവനെയോ മറ്റു ബന്ധുക്കളെയോ ആരെയും കാണുന്നില്ലല്ലോ സേതു. വേണ്ടച്ചാ, എന്റെ ഈ സ്ഥാപനം എന്നും പച്ച പിടിച്ച് കാണണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരാളുണ്ടല്ലോ ഇവിടെ, അച്ഛൻ. അത് മതി, വേറെ ആരും വേണ്ട. രാമകൃഷ്ണ, എല്ലാം റെഡിയല്ലേ? എല്ലാം റെഡിയാണ് സാർ. എന്നാ ശരി അച്ഛൻ. മെയിൻ സ്വിച്ച് അതങ്ങോട്ട് ഓൺ ചെയ്താൽ മതി. സേതു, നീ ഇപ്പൊ എവിടുന്ന വരണേ? എന്താ? അല്ല, സുലോചനയെ കണ്ട? സുലോചനയെ കാണാനോ? എവിടുന്ന്? അല്ല, നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം എന്ന് എനിക്കറിയില്ല. അവൾ മുറിയുടെ വാതിലടച്ചിട്ടിട്ട് ഒരേ ഒരു കരച്ചിലായിരുന്നു. ആര് എന്ന് വിളിച്ചിട്ടും വാതിൽ തുറന്നില്ല. ഉച്ചയ്ക്ക് വല്ലതും കഴിക്കാൻ വേണ്ടി ചെന്ന് വിളിച്ചപ്പോ വാതിൽ തുറന്നെടുക്കുന്നുണ്ട്, അവൾ അവിടെ ഇല്ല. എവിടെ പോവാനാ സാധ്യത? ഞാൻ ഇതിന്റെ ഇടയിൽ പോലീസ് സ്റ്റേഷനിൽ എന്ന് പറഞ്ഞു. അമ്മാവനും ഇവരെ അറിയിച്ചിട്ടുണ്ട്. എന്തായിരുന്നു സേതു നിങ്ങൾ തമ്മിലുണ്ടായത്? എന്തായി? നമുക്കൊരു അത്യാഹിതം സംഭവിച്ചിട്ടുണ്ടാവില്ല എന്ന് ഊഹിക്കാം. പക്ഷേ ഒരു വിവരം കേട്ടു. എനിക്ക് അവിടം വരെ പോയി നോക്കാനുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് പോന്നതാ. എന്ത് വിവരം? അവിടെ ഒരു പെൺകുട്ടി വണ്ടിക്ക് തല വെച്ചു എന്ന്.
നിങ്ങളിത് എവിടെയായിരുന്നു? അന്വേഷിക്കാൻ ഇനിയൊരു ഇടവും ബാക്കിയില്ല. നീ അകത്തിയെന്ന് നോക്ക്. എവിടെയായിരുന്നു? ചോദിച്ച കേട്ടില്ലേ? ഇപ്പോൾ രാത്രി ഒരുപാട് വൈകിപ്പോയി. നാളെ നേരം വെളുക്കുമ്പോ ഇവിടുന്ന് യാത്ര പുറപ്പെടാൻ ഒരുങ്ങിക്കൊള്ളൂ. നിന്റെ വീട്ടിലേക്ക്. പൊരുത്തപ്പെട്ടു പോകാൻ കഴിയില്ല എന്ന് പൂർണ്ണമായി ബോധ്യമായി കഴിഞ്ഞാൽ പിന്നെ വേഗം അകലുന്നതല്ലേ നല്ലത്. സേതുവേട്ടാ, വേണ്ട. ആ വിളി കേട്ട് സന്തോഷിച്ചിരുന്ന സേതു ഇപ്പോഴില്ല. അധികം സംസാരിച്ച് കൂടുതൽ വഷളാക്കണ്ട. വെറുതെ പോലും ഇങ്ങനൊന്നും പറയരുത്. ഞാൻ തകർന്നു പോവും. ഞാൻ തകർന്നു പോവും. എനിക്ക് വേദനിക്കും. എന്നെ ഓർത്തില്ല, എന്നെ കണ്ടില്ല എന്നല്ലാതെ നീ എപ്പോഴെങ്കിലും എന്നെ കുറിച്ച് ഓർത്തിട്ടുണ്ടോ? നിന്നെ കാണാനില്ല എന്നറിഞ്ഞത് മുതൽ ഞാൻ അനുഭവിച്ച വേദന, ഞാൻ തിന്ന തീ, നിന്നെ കുറിച്ച് മാത്രം ആലോചിക്കുന്ന നിനക്കത് മനസ്സിലാവില്ല. എന്തായിരുന്നു ഉദ്ദേശം? എന്നെ ഭയപ്പെടുത്തി സ്നേഹം സമ്പാദിക്കാനോ, അതോ എന്റെ ഒരു നല്ല ദിവസം നശിപ്പിച്ച് സന്തോഷിക്കാനോ? ഒരു സമാധാനത്തിന് വേണ്ടി ശ്യാമയുടെ വീട് വരെ. അവിടെ നിന്റെ അമ്മയുടെ നായരുണ്ടായിരുന്നു സമാധാനിപ്പിക്കാൻ. സേതുവേട്ടാ, ഇങ്ങനെയുള്ള വാക്കുകളൊന്നും എന്നോട് ഒരിക്കലും. കുറെ അധികം ചക്കര വാക്കുകൾ ഊട്ടി വളർത്തി നിന്നെ ഞാൻ വഷളാക്കി. ആ സേതു ചത്തു. പുതിയ സേതുവിന് എടുത്താൽ പൊങ്ങാത്ത ഭാരമാണ് നീ ഇപ്പോ. എന്നെ മനസ്സിലാക്കാൻ കഴിയാതെ എന്നെ സ്നേഹിച്ച് കൊല്ലുന്നൊരു ഭാര്യയെ സഹിക്കാൻ ഇനി എനിക്ക് വയ്യ. സേതുവേട്ടാ, ഇത്ര ക്രൂരമായി. ക്ഷമിക്കണം. ക്രൂരമാണ്, അറിയാം. ഇതിലും ക്രൂരമായിട്ട് എന്തെങ്കിലും നാളെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഞാനെടുത്ത ഉറച്ച തീരുമാനമാണ്. നമുക്ക് പിരിയാം. നമുക്ക് പിരിയാം. സ്നേഹിച്ച് കല്യാണം കഴിച്ചവരാത്രേ. വർഷമൊന്നും തികഞ്ഞില്ല. ഒന്നിനും ഒരു അർത്ഥമില്ലാന്ന് തോന്നിപ്പോവാ. സേതു, ഞങ്ങൾക്കൊക്കെ വയസ്സായി. നീ ചെറുപ്പമാ. ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച്. ഇതിലിപ്പോ ആലോചിക്കാനൊന്നുമില്ല അമ്മാവ. എന്റെ ഇഷ്ടത്തിന് ഞാൻ ഇവളെ വിളിച്ചിറക്കി കൊണ്ടുവന്നു. ആ ഇഷ്ടം തീർന്നപ്പോ ഞാൻ തന്നെ ഇവളെ തിരിച്ചു കൊണ്ടുവിടുന്നു. അത്രേ ഉള്ളൂ. സേതു, കുടുംബം എന്ന് പറയുന്നത് കുട്ടിക്കളിയല്ല മോനെ. ഉടുപ്പ് മാറുന്ന പോലെ തോന്നുമ്പോ എടുത്തിടാനും തോന്നുമ്പോ വലിച്ചെറിയാനും ഉള്ളതല്ല ഭാര്യ. ഉടുപ്പ് മാറുന്നത് പോലെ എന്ന ഉദാഹരണം ഇവിടെ യോജിക്കുന്നില്ല അമ്മാവ. ഞാൻ പറയാം. ക്യാൻസർ വന്ന ഭാഗം ചിലപ്പോൾ ഡോക്ടർമാർ മുറിച്ചു കളയുന്നത് അത് ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പടരാതിരിക്കാനാണ്. അതുപോലെ ഇതും. മനസ്സിലായോ? കാലത്തൊന്നും കഴിച്ചില്ലല്ലോ. വല്ലതും വേണേലും എവിടെയെങ്കിലും നിർത്താം. പറഞ്ഞു ചേട്ടാ. ഇടയ്ക്ക് നിർത്തി ഈ യാത്രയുടെ സുഖം കളയണോ? എനിക്കൊരു അപേക്ഷയുണ്ട്. എന്റെ വീട് വരെ സേതുവേട്ടൻ വരരുത്. അടുത്തുള്ള വഴിയിൽ എവിടെയെങ്കിലും ഇറക്കി വിട്ടിട്ട് പൊയ്ക്കോളൂ. നമ്മൾ തമ്മിൽ ഇങ്ങനെയൊക്കെ ആയെന്ന് തൽക്കാലം എന്റെ വീട്ടുകാരെങ്കിലും അറിയാതിരിക്കട്ടെ. പിന്നെ പിന്നെ ഞാൻ പറഞ്ഞാ മതിയല്ലോ. ആവേശത്തിൽ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ
ഇങ്ങനൊരു തിരിച്ചുപോക്കിനെ കുറിച്ച് പ്രതീക്ഷിക്കാത്തതിന്റെ നിരാശയുണ്ടാവും. അറിയാം, ജീവിതം നശിപ്പിച്ചതിന് എന്നെ ശപിക്കാം. തെറ്റ് മുഴുവൻ എന്റെയോ. എല്ലാം കേട്ടിട്ട് ഇന്നലെ ശ്യാമയോ അതാ പറഞ്ഞത്. ഒരുപാട് സ്നേഹവും സ്വപ്നവും കൊണ്ട് ഞാൻ സേതുവേട്ടിന് സ്വൈരം തന്നില്ലെന്ന്. എന്റെ മനസ്സ് മുഴുവൻ നടക്കാത്ത മോഹങ്ങളാണത്ര. അതൊക്കെ ശരിയാണെന്ന് തോന്നിയോ? എനിക്കറിയില്ല. അതെ, അറിയില്ല. ഞാൻ ഭൂമിയിലും നീ സ്വർഗത്തിലും ജീവിച്ചു. അവിടെ തെറ്റുപറ്റിയത്. ഒട്ടേറെ ജീവിത ദുരിതങ്ങൾക്ക് നടുവിലാണ് നമ്മൾ കഴിയുന്നത്. ഒരു ഗ്ലാസ് ചായ കുടിക്കാൻ വാച്ചഴിച്ചു പണയം വെക്കേണ്ടി വരുന്നവന്റെ മനസ്സിൽ എവിടാ പ്രേമം, എവിടാ സ്നേഹം? ഞാൻ അങ്ങനെ ഒരുത്തനാണ്. എന്നെപ്പോലെ ഒരുപാട് ഭർത്താക്കന്മാരുണ്ട്. സ്വന്തം പ്രശ്നങ്ങൾ ഭാര്യയും കുട്ടികളെയും അറിയിപ്പിച്ച് വേദനിപ്പിക്കേണ്ട എന്ന് കരുതി പുകയുന്ന മനസ്സിന് മുകളിൽ ഒരു ചിരിവാരി തേച്ച് നടക്കും. നിവർത്തികേട് കൊണ്ടാ, മനഃപൂർവ്വമല്ല. അത് മനസ്സിലാക്കാൻ ഒരു ഭാര്യയ്ക്ക് കഴിഞ്ഞാൽ അവിടെയാണ് സ്നേഹത്തിന് വിലയുണ്ടാവുന്നത്, ജീവിതത്തിന് ഭംഗിയുണ്ടാവുന്നത്. ഞാൻ നിന്റെ ഭർത്താവ് മാത്രമല്ല, മകനാണ്, ജ്യേഷ്ഠനാണ്, അനുജനാണ്, അമ്മാവനാണ്, അളിയനാണ്. അങ്ങനെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ എനിക്കുണ്ട്. പ്രേമ വിവാഹത്തിലാണ് എന്നും സ്വന്തമാക്കലും പോരാ പോരാ എന്ന തോന്നലുമൊക്കെ കൂടുതലുള്ളത്. വൈകിപ്പോയി എന്നറിയാം. എങ്കിലും എനിക്കെന്റെ തെറ്റുകൾ മനസ്സിലാവുന്നുണ്ട്. വ്യക്തമായിട്ട് മനസ്സിലായോ? എങ്കിൽ പിന്നെ നമ്മളിപ്പം എന്തിനാ പിരിയുന്നത്? ഒരിക്കൽ പാതി വഴിക്ക് നിന്നുപോയ നമ്മുടെ ആ ഹണിമൂൺ ട്രിപ്പില്ലേ ഊട്ടിക്ക്, അവിടുന്ന് വീണ്ടും തുടങ്ങാം അല്ലേ?